അപ്പോൾ ഇത് സ്വപ്നമല്ല, അത് യാഥാർത്ഥ്യം തന്നെയാണെന്നുള്ളതിനുള്ള ഏറ്റവും വലിയ തെളിവാണ്. ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ അബു ബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കൂടെ പോകാം, അല്ലെങ്കിൽ അബു ജഹലിന്റെ കൂടെ പോകാം. ഏതെങ്കിലും ഒരു അബുവിനെ ഈ വിഷയത്തിൽ എന്താക്കേണ്ടി വരും, പിൻപറ്റേണ്ടി വരും. അതിൽ നമ്മൾ തീരുമാനിച്ചാൽ മതി ആരെ നമ്മൾ പിൻപറ്റണം. അതായത് മരിച്ച ആളുകൾ ജീവിച്ചിരിക്കുന്ന ആളുകളെ നമ്മൾ സഹായിക്കും. അപ്പോൾ അതിന് തെളിവായിട്ട് അവർ എഴുതാൻ മുസ്ലിം സമുദായത്തിന് അള്ളാഹു 50 വക്ത് നിസ്കാരമായിരുന്നു നിർബന്ധമാക്കിയിരുന്നു. വഴിമധ്യേ മൂസാ നബി ഇടപെട്ടതിനാൽ 5ആക്കി ചുരുക്കിയത്. അത് അപ്പം അങ്ങനെയാണ്. ഇപ്പോൾ ഒരു മൂസാ നബി നാടകം കളിച്ചു എന്ന് പറയേണ്ടി വരും. കാരണം മൂസാ നബിക്ക് ഗൈബ് അറിയില്ല. രണ്ടാമത്തത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കാട്ടും വലിയ നാടകം കളിച്ചു. കാരണം ഇതേതായാലും 5ആക്കി കുറക്കാനുള്ളതാണെന്ന് എന്താക്കാം നബിക്ക് അറിയണമല്ലോ. കാരണം വരാനിരിക്കണ കാര്യമാണ്. ലോകത്തിലേക്ക് പ്രവാചകന്മാർ കടന്നു വന്നത് അള്ളാഹുവിനെ പരിചയപ്പെടുത്താനും അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് പഠിപ്പിക്കുവാനുമാണ്. അമ്പിയാക്കൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്ജിസത്തുകൾ നൽകിയിട്ടുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയ മഹത്തായ ഒരു ദൃഷ്ടാന്തമാണ് ഇസ്രാഉം മിഅ്റാജും. ഇസ്രാഉം മിഅ്റാജുമായി ബന്ധപ്പെട്ട ഏതാനും ചില വിഷയങ്ങളാണ് ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത്. മാലിക് സലഫി, ഇസ്രായിനെ കുറിച്ച് മിഅ്റാജിനെ കുറിച്ച് നമ്മൾ ഈ വിഷയത്തിൻ്റെ മഹത്വം സൂചിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള വളരെ വലിയൊരു മുഅ്ജിസത്താണ് ഇസ്രാവും മിഅ്റാജും. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ താങ്ങും തണലുമായി നിന്നിരുന്ന മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹ, അതേപോലെ തന്നെ പിതൃവ്യനായ അബൂ താലിബ്, ഇവർ 2 പേരും മരണപ്പെട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സങ്കീർണമായ അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ആശ്വാസം എന്നുള്ള നിലയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രാവും അതുപോലെ തന്നെ മിഅ്റാജും ഉണ്ടാക്കുന്നു. ഇസ്രാ എന്ന് പറഞ്ഞാൽ മക്കയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈത്തുൽ മഖ്ദിസ് വരെ ഒരു രാത്രി പ്രയാണം നടത്തി അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 7 ആകാശങ്ങൾക്കപ്പുറത്തേക്ക് അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് പോവുകയും അതേ രാത്രി തന്നെ തിരിച്ച് വരികയും ചെയ്തു. ഇത് വിശുദ്ധ ഖുർആനിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലും സ്ഥിരപ്പെട്ട പ്രവാചകൻ്റെ ജീവിതത്തിൽ നടന്ന വലിയ സംഭവമാണ്. ഇസ്രായിൻ്റെ വിഷയത്തിൽ വിശുദ്ധ ഖുർആൻ പ്രത്യേക ഒരു അധ്യായം തന്നെ അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ പ്രവാചകൻ്റെ ഇസ്രായിനെ സംബന്ധിച്ച് വിശദമായി പരാമർശിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സംഭവം നടന്നത് സാധാരണ ഇപ്പോൾ റജബ് മാസമാണല്ലോ. റജബ് മാസത്തിൽ ചില ആളുകൾ വിശ്വസിക്കാറുണ്ട് അത് നടന്നത് റജബിലാണ്, ഇസ്രാ മിഅ്റാജൊക്കെ റജബിലാണ് എന്നൊക്കെ ചില ആളുകൾ വിശ്വസിക്കുകയും അതിൻ്റെ പേരിൽ ചില അനാചാരങ്ങളൊക്കെ അവർ കൊണ്ട് നടക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ഇസ്രാ മിഅ്റാജ് നടന്നു എന്നുള്ളത് സത്യമാണ്. കാരണം ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടും സ്ഥിരപ്പെട്ട കാര്യമാണ്. പക്ഷേ അതിൻ്റെ ഇന്ന സമയത്താണ് റജബിലാണ് നടന്നത് എന്നുള്ളത് ഖണ്ഡിതമായി കൊണ്ട് പറയാൻ നമുക്ക് പ്രത്യേകിച്ച് തെളിവുകളൊന്നും ആ വിഷയത്തിൽ കാണാൻ സാധിക്കുന്നില്ല. അതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. സലാഹി, ഈ മാസത്തിൽ സാധാരണ ചില ആളുകൾ നോമ്പ് നോൽക്കാറുണ്ട്. പ്രത്യേകിച്ച് ഇസ്രായിൻ്റെ റജബ് മാസം 27 അടുപ്പിച്ച് നോമ്പ് നോൽക്കണം എന്ന് പറയാറുണ്ട്. അതിന് വല്ല യാഥാർത്ഥ്യമുണ്ടോ? മഹാനായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ഫത്ഹുൽ ബാരിയിൽ ഈ വിഷയം വളരെ സവിസ്തരമായിട്ട് തന്നെ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ ഫത്ഹുൽ ബാരിയിലെ 7ാം വാല്യത്തിൽ ബാബു മിഅ്റാജിലാണ് ഈ സംഭവം കൊണ്ടുവരുന്നത്. അപ്പോൾ 10ഓളം കൗലുകൾ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ എന്നാണ് ഇസ്രാ സംഭവിച്ചത് അതല്ലെങ്കിൽ മിഅ്റാജ് ഉണ്ടായത് എന്ന വിഷയത്തിൽ അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്, നേരത്തെ മാലിക് സലഫി സൂചിപ്പിച്ചതുപോലെ ഇത് എന്നാണ് സംഭവിച്ചത് എന്നതിൽ ഒരു വ്യക്തതയില്ല. സംഭവിച്ചിട്ടുണ്ട്, അതിൽ നമുക്കാർക്കും സംശയമില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് അന്ന് അതിൻ്റെ പേരിൽ ഒരു പ്രത്യേകം പുണ്യം ചെയ്യേണ്ടതുണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനൊരു ഇഖ്തിലാഫ് അതിൽ വരുമായിരുന്നില്ല, അഭിപ്രായ ഭിന്നത വരുമായിരുന്നില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇന്ന ദിവസമാണ് റജബ് 27-നാണ് ഇസ്രാ സംഭവിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ മിഅ്റാജ് ഉണ്ടായിട്ടുള്ളത് എന്നൊക്കെ പറയുമ്പോൾ അതിൽ ഉറപ്പുണ്ടായിരുന്നെങ്കിൽ പിന്നെ സ്വാഭാവികമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അതിലൊരു സുന്നത്ത് നോമ്പ് നോൽക്കലുണ്ട് നബി കൊണ്ടുവരും, നബിൻ്റെ സഹാബത്ത് കൊണ്ടുവരും. കാരണം ഏറ്റവും കൂടുതൽ സുന്നത്തിൻ്റെ വിഷയത്തിൽ കണിശത കാണിച്ച ആളുകളാണ് സഹാബിമാർ. അപ്പോൾ അവരാരും തന്നെ ചെയ്ത് അല്ലെങ്കിൽ നോറ്റിട്ടില്ലാത്തൊരു നോമ്പ്. അതുകൊണ്ട് തന്നെയാണ് അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ അത് ബിദഅത്താണെന്നൊക്കെ പറഞ്ഞത്. ഇനി ഒരാൾ സാധാരണ നോമ്പ് നോൽക്കുന്ന ആളാണ്, ഒരു തിങ്കളാഴ്ച ദിവസം റജബ് 27 വന്നു, തിങ്കളാഴ്ച നോമ്പ് നിൽക്കുന്ന ആളാണ്, അദ്ദേഹം തിങ്കളാഴ്ച നോമ്പ് നോറ്റു എന്നതുകൊണ്ട് എന്തല്ല അതൊരു ബിദഅത്താണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല.
അതല്ലെങ്കിൽ റജബ് 27 അന്നൊരു വ്യാഴാഴ്ച ദിവസമാണ്, അയാൾ സാധാരണ വ്യാഴാഴ്ച നോമ്പ് നോൽക്കുന്ന ഒരാളാണ് എങ്കിൽ അത് ബിദത്താണെന്ന് പറയില്ല, അത് സുന്നത്ത് തന്നെയാണ്, സംശയമില്ല. അതേ സമയത്ത് റജബ് 27 അതല്ലെങ്കിൽ മെഹറാജി എന്നൊക്കെ പറഞ്ഞ് ഒരു പ്രത്യേക നോമ്പ് നോൽക്കണമെങ്കിൽ അതൊരു ഇബാദത്താണ് എന്ന നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അത് സ്ഥിരപ്പെട്ട് വരണം. നബിക്കാണ് ഈ പറഞ്ഞ പോലെ ഇസ്രാവും മിഅ്റാജും ഉണ്ടായത്, അതും ഹിജ്റയുടെ മുമ്പാണ് സംഭവിച്ചിട്ടുള്ളത്. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 10 വർഷം ജീവിച്ചിട്ടുണ്ട്. ഈ 10 വർഷത്തിൻ്റെ ഇടയ്ക്ക് 10 മിഅ്റാജ് നോമ്പ് മിനിമം നോൽക്കണമല്ലോ. ആ ഒരു മിനിമം 10 എണ്ണെങ്കിലും നോൽക്കുക എന്ന് പറയുന്ന സംഭവം എന്തായിട്ടില്ല. 10 പോയിട്ട് 1 പോലും നബിയിൽ നിന്ന് സ്ഥിരപ്പെട്ട് വരാത്തത് കൊണ്ട് അത്തരം നോമ്പുകൾ ഉപേക്ഷിക്കുകയാണ് വേണ്ടത്. അതിന് മതപരമായിക്കൊണ്ട് യാതൊരു അടിസ്ഥാനവും മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളെയും പ്രവാചകൻ്റെ സഹാബത്ത് വളരെയധികം സൂക്ഷിച്ച് ഒപ്പിയെടുത്ത് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സുന്നത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ 10,000-കണക്കിന് ഹദീസുകൾ ഒരു ഹദീസെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോറ്റതായിക്കൊണ്ട് സ്വഹീഹായ സനദിലൂടെ തീർച്ചയായും ഉദ്ധരിക്കപ്പെടും. കാരണം റസൂൽ തിങ്കളാഴ്ച നോമ്പ് നോറ്റു, അറഫ നോമ്പ് നോറ്റു, അതുപോലെ തന്നെ മുഹറത്തിൻ്റെ നോമ്പ് നോറ്റു, ആശുറാൻ്റെ അയ്യാമുൽ ബീദിൻ്റെ നോമ്പ്, ഇങ്ങനെ ഒരുപാട് സുന്നത്ത് നോമ്പുകൾ ഹദീസിൽ പ്രവാചകന് സ്വഹീഹായ സ്ഥിരപ്പെട്ട സനദിലൂടെ ഉണ്ടായിരിക്കെ ഇങ്ങനൊരു നോമ്പ് നമ്മൾ കാണുന്നില്ല എന്നതിൻ്റെ അർത്ഥം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോറ്റിട്ടില്ല എന്ന് തന്നെയാണ്. മാത്രമല്ല ഇത് സംഭവിച്ചിട്ടുള്ള രാത്രിയാണ്. അതെ, നോമ്പാണെന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ ഉണ്ടാകാറുള്ളത് ഫജ്ർ സ്വാദിഖ് മുതൽ മഗ്രിബ് വരെയുള്ള സമയമാണ്. അപ്പോൾ ഈ ദിവസത്തിൻ്റെ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിനൊന്നില്ല. ഒരു സുന്നത്ത് നോമ്പിന് യഥാർത്ഥത്തിൽ യാതൊരു അസ്ലും അഥവാ പ്രാമാണികമായി ഒരു സ്ഥിരപ്പെട്ട വിഷയമല്ല. പക്ഷെ ഇതിൽ ഗൗരവമുള്ളൊരു വിഷയം, സാധാരണ ഇസ്രാ മിഅ്റാജ് ഈ സംഭവങ്ങളെ മുന്നിൽ വെച്ച് നമ്മുടെ നാട്ടിലെ സമസ്തയുടെ സഹോദരങ്ങൾ അവർ കുറച്ചും കൂടി ഒരു വലിയ ദുർവ്യാഖ്യാനങ്ങളിലേക്ക് പോകുന്നൊരു മേഖല ഉണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആകാശാരോഹണം നടത്തിയ സമയത്ത് മൂസാ നബിയെ കണ്ടുമുട്ടി, അങ്ങനെയുള്ള അമ്പിയാക്കളെയൊക്കെ കണ്ടു. അപ്പോൾ ഇത് മരിച്ച ആളുകളോട് ദുആ ചെയ്യാനുള്ള, അവരോട് ഇസ്തിഗാസ നടത്താനുള്ള തെളിവായിക്കൊണ്ട് ഈ സംഭവത്തെ കൊണ്ടുവരാറുണ്ട്. യഥാർത്ഥത്തിൽ എന്താ അതിൻ്റെ ഒരു വസ്തുത എന്താണ്? അത് ഇപ്പോൾ അവർ തന്നെ എഴുതിയിട്ടുള്ള ചില പുസ്തകങ്ങളൊക്കെ നമുക്ക് കാണാം. മരണപ്പെട്ട മഹാന്മാരുടെ സഹായം എന്ന് പറഞ്ഞാൽ, അതായത് മരിച്ച ആളുകൾ ജീവിച്ചിരിക്കുന്ന ആളുകളെ നമ്മൾ സഹായിക്കും. അപ്പോൾ അതിന് തെളിവായിട്ട് അവർ എഴുതാൻ മുസ്ലിം സമുദായത്തിന് അള്ളാഹു 50 വക്ത് നിസ്കാരമായിരുന്നു നിർബന്ധമാക്കിയിരുന്നു. വഴിമധ്യേ മൂസാ നബി ഇടപെട്ടതിനാൽ 5 ചുരുക്കിയത്. മരണപ്പെട്ട മൂസാ നബി ജീവിച്ചിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിക്കുകയാണ് ചെയ്തത്. മരണപ്പെട്ടു പോയ മഹാന്മാർ പാടെ നശിച്ചു പോയെന്നും അവർ സഹായിക്കുകയില്ലെന്നും പറഞ്ഞ് സമുദായത്തെ വഞ്ചിക്കുന്ന മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള നവീനവാദികൾ അല്പം മാന്യതയുണ്ടെങ്കിൽ 50 വക്ത് നമസ്കരിക്കുകയാണ് വേണ്ടത്. 5 വക്ത് നമസ്കരിക്കാനുള്ള അവകാശം മരണപ്പെട്ടു പോയ മഹാന്മാർ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്ന സുന്നികളുടെ കുത്തകയാണ്. ഇതൊക്കെ അവർ എഴുതി വെച്ചിട്ടുള്ള കാര്യം. അതായത് 5 നേരം മരിച്ചുപോയ അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും ഒരു സഹായം ചെയ്യൂല എന്നുള്ളത്, അവരെ വിളിച്ച് സഹായം ചോദിച്ചാൽ സഹായം ചെയ്യൂല എന്നുള്ളത് ഖുർആൻ നസ്സാണ്. ലാ യസ്തജീബൂന, അവർക്ക് ഉത്തരം ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതിനെ ഗണ്ണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു തെളിവുണ്ടാക്കുകയാണ് യഥാർത്ഥത്തിൽ ഇവിടെ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സാധാരണ മരണപ്പെട്ടു പോയവരോട് ഇസ്തിഗാസ നടത്തുക എന്നൊക്കെയാണ് സാധാരണ. ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ ഒരു സഹായം, പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഹായം ചോദിക്കുക. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവർ പറയുന്നതനുസരിച്ചാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 50 വക്ത് നിസ്കാരം അല്ലാഹ് നിർബന്ധമാക്കി കൊടുത്ത്, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ അങ്കലാപ്പിൽ നിൽക്കുകയാണ്, ആകെ പ്രതിസന്ധിയിൽ നിൽക്കുകയാണ്. അപ്പോൾ യാ മൂസാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഓടിയെത്തി, എന്താണ് പ്രശ്നം? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രശ്നം അവതരിപ്പിച്ചു. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സഹായിച്ചിട്ട് 50 വക്താക്കി 5 വക്താക്കി ചുരുക്കി കൊടുത്തു. ഇങ്ങനെയൊന്നുമല്ലോ യഥാർത്ഥത്തിൽ ഇസ്രാ മിഅ്റാജിൽ ഉണ്ടായത്. അപ്പോൾ ഒരു പ്രവാചകൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മരിച്ച മൂസാ നബി വിളിച്ച് സഹായം ചോദിക്കുന്നു. അപ്പം മൂസാ നബി ഓടി വന്ന് റസൂലുള്ളാഹിനെ സഹായിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ വാദപ്രകാരം ഉണ്ടാകേണ്ടിയിരുന്നത്. പക്ഷേ സംഭവം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്രായേൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് ബൈത്തുൽ മഖ്ദിസിലേക്ക് പോയി. അവിടെ എല്ലാ അമ്പിയാക്കന്മാരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മുഅ്ജിസത്ത് എന്ന നിലക്ക് അള്ളാഹു ഒരുമിച്ച് കൂട്ടിക്കൊടുത്തു. പ്രവാചകൻ അവർക്ക് വേണ്ടി നമസ്കരിച്ചു. ഇതൊന്നും നമുക്ക് തർക്കമുള്ള വിഷയമല്ല. അത് കഴിഞ്ഞ് അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് പോകുന്നു. അവിടെ ഈ ഉമ്മത്തിന് ഏറ്റവും ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു ഇബാദത്താണ് നമസ്കാരം. എല്ലാ സമുദായങ്ങളും നമസ്കാരമുണ്ട്. മാത്രമല്ല അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും പ്രതിസന്ധി ഘട്ടമുണ്ട്, ഉമ്മത്തിനും പ്രതിസന്ധി ഉണ്ട്. അപ്പോഴാണ് അള്ളാഹ് നിസ്കാരം നിർബന്ധമാക്കണം.
അപ്പോൾ നിസ്കാരത്തിൻ്റെ ഒരു മഹത്വം കൂടി നമുക്കത് മനസ്സിലാക്കാം. കാരണം എല്ലാ ഇബാദത്തുകളും അള്ളാഹു ജിബ്രീലിനെ ഭൂമിയിലേക്ക് അയച്ചിട്ടാണ് വഹിയിലൂടെ കൊടുത്തിട്ടുള്ളത്. പക്ഷേ നിസ്കാരം എന്ന് പറയുന്ന ഇബാദത്ത് അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോയി അവിടുന്ന് നിർബന്ധമാക്കുക. അപ്പോൾ ആ നിസ്കാരത്തിൻ്റെ മഹത്വം കൂടി ഇത് സാന്ദർഭികം നമ്മൾ മനസ്സിലാക്കും. പക്ഷേ ഉമ്മത്ത് പലപ്പോഴും നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ ഗണ്യമായ അശ്രദ്ധ കാണിക്കുന്നുള്ള വേറെ വിഷയമാണ്. അപ്പോൾ ഇവിടെ മൂസാ നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 50 വക്ത് കിട്ടി. തിരിച്ചു പോരുമ്പോഴും മൂസാ നബിനെ കാണുന്നു. എന്താണ് കിട്ടിയതെന്ന് ചോദിക്കുന്ന 50 വക്താണ്. അത് ഇതിൻ്റെ ഉമ്മത്തിന് കഴിയില്ല. അത് മൂസാ നബിയുടെ ഒരു തജ്രിബയാണ്, അനുഭവമാണ്. കാരണം ഒരു വലിയ സമുദായത്തെ നിയന്ത്രിച്ച് അതിൻ്റെ നയിച്ച ആളാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അവരനുഭവം വെച്ചുകൊണ്ട് എൻ്റെ ഉമ്മത്തിനത് പ്രയാസം, താങ്കൾക്ക് ഉമ്മത്തിന് കഴിയില്ല, അങ്ങനെ വീണ്ടും പോകുന്നു, തിരിച്ചു വരുന്നു. ഇവിടെ യഥാർത്ഥത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും മൂസാ നബി നിങ്ങളിതൊന്ന് കുറച്ച് തരാൻ വേണ്ടിയിട്ട് അള്ളാഹിനോടൊന്ന് പറയും, അല്ലെങ്കിൽ നിങ്ങളൊന്ന് കുറച്ച് തരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടില്ല. ഇസ്തിഗാസ ചെയ്യുന്നവരെന്താ ചെയ്യുന്നത്? അങ്ങോട്ട് ചോദിക്കണം, റസൂലുള്ളാഹിനോട് അങ്ങോട്ട് ചോദിക്കുക, അല്ലെങ്കിൽ മൂസാ നബിനെ അങ്ങോട്ട് വിളിക്കുക. ഇവിടെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹിനെ ഇങ്ങോട്ട് സഹായിക്കുക ചെയ്തിട്ടുള്ളത്. അതും എങ്ങനെ? മരിച്ച ഖബറിൽ കിടന്നിട്ടല്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖബറിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തിലും മുമ്പിൽ നിൽക്കുന്ന മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹായിക്കും. ഇതിപ്പോൾ ആർക്ക് തർക്കമുള്ളത്? നേരിട്ട് സംസാരമാണ്. മാത്രമല്ല, ഇനി ഇത് ഇസ്തിഗാസക്ക് തെളിവാണെങ്കിൽ, അപ്പോൾ ഇങ്ങനൊരു തെളിവ് മരിച്ച ആളുകളെ വിളിച്ച് ചോദിക്കാനും മരിച്ചവരോടൊക്കെ സഹായം ചോദിക്കാനും ഇത്ര വലിയൊരു തെളിവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരിട്ട് കിട്ടിയിട്ട്, നേരിട്ട് അനുഭവമാണല്ലോ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന് പോയി ഭൂമിയിലേക്ക് എത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുശേഷം ഹിജ്റ പോയി. ഹിജ്റയിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ടായിട്ടുണ്ട്. അതിനുശേഷം ബദർ, അതിനുശേഷം മുഹദ്, ഖന്തക്ക്, ഖൈബർ, ഇങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ റസൂലുള്ളാഹിക്ക് ഉണ്ടായി. ആയിഷ ബീവിൻ്റെ ബന്ധപ്പെട്ട വാദപ്രചരണം ഉണ്ടായി. മദീന തന്നെ അഹ്സാബ് യുദ്ധം ഉണ്ടായി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരെ പോലെ ആണെങ്കിൽ റസൂൽ എന്താ ചിന്തിക്കേണ്ടത്? ഏതായാലും ഞാൻ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ നിന്ന് സഹായിച്ചിട്ടുണ്ടല്ലോ, ആ മൂസ ഒന്ന് സഹായിക്കും മൂസ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മിഅ്റാജിന് പോയി വന്ന പ്രവാചകൻ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വിളിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ അതാണ് നമ്മൾ പറയുന്നത്. എന്തുകൊണ്ട് വിളിച്ചില്ല? കാരണം അത് ദീനിലില്ലാത്ത കാര്യമാണ്. അതേ സമയത്ത് മുമ്പിൽ നിൽക്കുന്ന മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങോട്ടൊരു കാര്യം ആവശ്യപ്പെടുന്നു. അത് മൂസാ നബി അലൈഹി സ്വലാത്തു റസൂൽ സമ്മതിക്കുന്നു. റസൂൽ ഇവിടെ കൽപ്പന പ്രകാരം അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് പോകുന്നു, വീണ്ടും വരുന്നു. ഇതൊക്കെ ഹദീസിൽ വ്യക്തമാണ്, ഇത് ആർക്ക് തർക്കമല്ല. അപ്പോൾ ഇതൊരിക്കലും മരിച്ചുപോയ ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കാനുള്ള തെളിവല്ല. കാരണം ആദ്യം അത് തെളിവാണെങ്കിൽ അത് മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അത് പ്രവാചകൻ മനസ്സിലാക്കിയിട്ട് ഈ ഉമ്മത്തിന് പ്രവാചകൻ അത് പഠിപ്പിക്കാതെ മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ അതൊരു മുസ്ലിമിന് ഏതായാലും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഇത്തരം തെളിവുകളൊക്കെ യഥാർത്ഥത്തിൽ അതൊന്നും തെളിവില്ല എന്നുള്ളതിൻ്റെ തെളിവാണ്. കാരണം വിഷയത്തിൽ മരിച്ചുപോയ ആളുകൾ ഇസ്തിഗാസ നടത്തണമെന്നുണ്ടെങ്കിൽ എന്താ റസൂൽ മരിച്ച ഒരാൾ വിളിച്ച് പ്രാർത്ഥിച്ച തെളിവിതാ എന്നൊരൊറ്റ തെളിവ് അള്ളാഹു പറഞ്ഞു, ലാ ബുർഹാന ലഹു ബിഹി, അവർക്ക് യാതൊരു തെളിവില്ല എന്ന് അള്ളാഹു വ്യക്തമായി പറഞ്ഞതാണ്. പിന്നെ ഇതൊക്കെ തെളിവ് ഉണ്ടാക്കി കൊണ്ടുവരാണ്. അതാണ് ഈ വിഷയത്തിൽ. അതിലേക്ക് ഒരു 2 കാര്യങ്ങൾ എനിക്ക് കൂട്ടിച്ചേർക്കണം തോന്നിയ സംഭവം. ഒന്നാമത്തത്, ഇപ്പോൾ സാധാരണ ഇതിൽ ഈ സമസ്തക്കാർ പറയാറുണ്ട് പ്രവാചകന്മാർക്ക് കൈ പറയുന്നത്. അതെ അതെ. ഇപ്പോൾ മൂസാ നബി ചോദിക്കണം അള്ളാൻ്റെ റസൂലിനോട്, മുഹമ്മദ് നബിനോട്, എല്ലാം എന്താണ് പഠിച്ചോൻ്റെ ഗിഫ്റ്റായിട്ട് വല്ലതും കിട്ടിയ എന്നുള്ള ചോദ്യം. അത് അപ്പം അങ്ങനെയാണ് ഇപ്പോൾ ഒരു മൂസാ നബി നാടകം കളിച്ചു എന്ന് പറയേണ്ടി വരും. കാരണം മൂസാ നബിക്ക് ഗൈബ് അറിയില്ല. രണ്ടാമത്തത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കാട്ടും വലിയ നാടകം കളിച്ചു. കാരണം ഇതേതായാലും 5 ആക്കി കുറക്കാനുള്ളതാണെന്ന് എന്താക്കാം നബിക്ക് അറിയണമല്ലോ, കാരണം വരാനിരിക്കണ കാര്യമാണ്. അപ്പൊ പിന്നെ ഒരു നാടകം കളിയായിരുന്നു യഥാർത്ഥത്തിൽ ഈ ഹദീസിലുള്ള വിഷയം എന്ന് പറഞ്ഞ് യുക്തിവാദികളെ പോലെയുള്ള ആളുകൾക്ക് മരുന്നിട്ട് കൊടുക്കുന്ന ഒരു പണിയാണ് സത്യത്തിൽ പ്രവാചകന്മാരെ പരിഹസിക്കാനുള്ള ഒരു വകുപ്പാണ് ഇതിലൂടെ ഉണ്ടാക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്നുള്ളത്, ഇപ്പൊ മുഅ്ജിസത്തുകൾ പ്രവാചകന്മാർ യഥേഷ്ടം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഓൽക്ക് ആ മുഅ്ജിസത്ത് ഉണ്ടായതുകൊണ്ട് എന്തും അവരോട് ചോദിക്കാം എന്ന ഒരു ന്യായത്തിലൂടെ അവർ പോകാറുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇസ്രായിനെയും മിഅ്റാജിനെയൊക്കെ കാണുന്നത്. അപ്പോൾ നേരത്തെ നിങ്ങൾ തന്നെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഈ ഹിജ്റ പോണ സമയത്ത് നബിക്ക് എന്തിനെത്ര കഷ്ടപ്പെടേണ്ട ആവശ്യം? നബിന്റെ മുഅ്ജിസത്തിന്റെ ബാബിൽ വരുന്ന കാര്യങ്ങളാണല്ലോ. ആ ബുറാഖ് ഒന്നും കൂടി ഒന്ന് വിട്ടുതരാൻ പറഞ്ഞാൽ
എളുപ്പം മദീനത്തെത്തും. ഒരാഴ്ചയാണ് പ്രവാചകൻ സമയമെടുത്ത്. അതും എങ്ങനെ ഭയന്ന് പേടിച്ചിട്ടൊക്കെയാണ് എന്താകുന്നത്. യഥാർത്ഥ മദീനയിലേക്കുള്ള വഴിയിൽ നിന്ന് തെറ്റി വേറെ വഴി കണ്ടെത്തി തീരത്തൂടെ പോയി. പിന്നെ മാത്രമല്ല വഴി കണ്ടെത്താൻ വേണ്ടി മറ്റൊരു അമുസ്ലിമിന്റെ സഹായം വരെ എന്തായിട്ടുണ്ട് അവിടെ സ്വീകരിക്കരുത്. അല്ലാതെ മൂസാ നബിനെ വിളിച്ചില്ല. ബുറാക്ക് അവിടെ ഉണ്ട്. ബുറാക്ക് ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. മൂസാ നബി അങ്ങോട്ട് സഹായിക്കാണ്ട്. എന്നിട്ടും ഇബിൻ ഉറൈക്കയാണ്, അബ്ദുല്ലാഹിബിൻ ഉറൈക്ക എന്ന് പറയുന്ന ഒരു അമുസ്ലിമായ സഹോദരനാണ് എന്താക്കിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹായത്തിന് കൂട്ടിയത്. അപ്പൊ ഈ മൊത്തത്തിൽ നോക്കുമ്പോൾ ഇവർ പറയുന്ന ഒരു ഭാഗത്ത് അവർ തെളിവായി കൊണ്ടുവരുന്ന സംഭവങ്ങൾ മറ്റൊരു ഭാഗത്ത് വരുമ്പോൾ അവർക്ക് നേരെ എതിരാകണം. അത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ഉള്ളൊരു തെളിവാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും എന്താവില്ല, വൈരുദ്ധ്യം വരില്ല എന്നുള്ളത് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ മനസ്സിലാക്കുവാൻ വേണ്ടി അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് വന്നയാളാണ് പ്രവാചകൻ എന്നതിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നൽകിയ ആയത്തുകളെ ദുർവ്യാഖ്യാനിക്കാൻ ചെന്ന് കഴിഞ്ഞാണ്ടാണ് അവസ്ഥ മൊത്തം പൊളിഞ്ഞു പോണ അവസ്ഥയാണ് ഉണ്ടാകുക എന്നുള്ളതാണ്. ഈ രണ്ട് കാര്യങ്ങൾ എനിക്ക് ഇതിലേക്ക് കൂട്ടിച്ചേർക്കണമെന്ന് തോന്നി. ഇതിൽ ഇസ്തിഗാസക്ക് തെളിവില്ല എന്നിപ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി. സാധാരണ ഈ ഹദീസിനെ വിമർശിക്കുന്ന ആളുകൾ, ഹദീസിനെ പരിഹസിക്കുന്ന ആളുകൾ, അവർ ഇതിലൊരു കാര്യം പറയാറുണ്ട്. അവർ പറയുന്നത് വെച്ചാൽ എന്തിനാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഇടങ്ങാറാക്കണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒന്ന് വരുന്നു, എന്നിട്ട് പിന്നെ പോയി കുറക്കുന്നു, ആദ്യം 50 പിന്നെ 5 അങ്ങനെ 5ലേക്ക് എത്തുന്ന ഒരു പ്രയാസപ്പെടുന്നൊരു പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ ജൂതന്മാരുണ്ടാക്കിയ ഹദീസാണ്, ഇതൊന്നൊരു ശരിയായ ഹദീസല്ല എന്ന് പറയുന്ന ആളുകളായി സമൂഹത്തിൽ നമുക്ക് കാണാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു പ്രതികരണം. ഈ ജൂതന്മാരുണ്ടാക്കുക എന്ന് പറഞ്ഞ് ഹദീസുകളെ തള്ളുന്ന നിലപാട് ഇത് കേരളത്തിൽ ആദ്യമായി കൊണ്ടുവന്നത് ചേകന്നൂർ മൗലവിയെ പോലെയുള്ള ആളുകളാണ്. പിന്നീട് അയാളുടെ ആശയങ്ങൾ പിൻപറ്റി പോകുന്ന ആളുകൾ എന്താക്കിയിട്ടുണ്ട്, സ്വീകരിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന് ചില സുന്നത്തുകളുണ്ട് ഈ പ്രപഞ്ചത്തിൽ. ആ സുന്നത്തുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നടപ്പിലാക്കും. ആ നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് ചോദ്യം ചെയ്യുക എന്നുള്ളത് ഒരു വിശ്വാസിക്ക് പാടുള്ള കാര്യമില്ല എന്നുള്ളതാണ്. ഇപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സുന്നത്തിൻ്റെ ഭാഗമായിട്ട് അള്ളാഹുവിൻ്റെ മശീഅത്തിൻ്റെ ഭാഗമായി അള്ളാഹു തീരുമാനിച്ച രീതിയിലാണ് കാര്യങ്ങൾ നടക്കുക. ആ വിഷയത്തിൽ നമുക്കാർക്കും എന്തുണ്ടാകാൻ പാടില്ല, അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്രാ ഉണ്ടാകാനുണ്ടായ സാഹചര്യം മാലിക് സലഫി അദ്ദേഹത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞു. അതായത് ഖദീജ റളിയല്ലാഹു അൻഹയുടെയും അതുപോലെ തന്നെ അബൂ താലിബിൻ്റെയും മരണം ഇതൊരാഴ്ചൻ്റെ ഉള്ളിൽ നടന്നതാണ്. 3 ദിവസത്തെ വ്യത്യാസമാണ് ഇവർ രണ്ടുപേരുടെയും മരണത്തിലുണ്ടായിരുന്നത്. അതായത് നബിക്കൊരു കോട്ടയായിക്കൊണ്ട് നിന്നിരുന്ന, തണലായിക്കൊണ്ട് നിന്നിരുന്ന 2 പേർ ഒന്നിച്ച് മരിക്കുന്ന സാഹചര്യം ഉണ്ടാവുക, ശത്രുക്കളുടെ പീഡനം വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടാവുക, അള്ളാഹു തന്നെ കൈവെടിയുകയാണോ എന്നൊരു തോന്നലുണ്ടാകുന്ന ഘട്ടം വരിക, ഇങ്ങനെയൊക്കെ മൊത്തം ഒരു എന്താണ് പറയുക, ആ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു പ്രയാസം ഉണ്ടായപ്പോൾ അള്ളാഹു നേരിട്ട് കൊണ്ടുപോവാണ്. അങ്ങനെ കൊണ്ടുപോയി ഒരു കാര്യം കൊടുക്കുന്നു, ഒരു സമ്മാനം കൊടുത്തു. ആ സമ്മാനം യാതൊരു മടിയും കൂടാതെ എന്താക്കണം സ്വീകരിച്ചിട്ട് പോരാണ്. പോരുന്ന സമയത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മൂസാ നബി അലൈഹിസ്സലാം ഇതിൻ്റെ മുമ്പ് ഇവിടെ വന്ന് ഒരു വലിയ സമുദായത്തെ നയിച്ച് പരിചയമുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു, അഹമ്മദ് ഇതെന്താവനെ നിൻ്റെ ഉമ്മത്തിനോട് കഴിയില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ഉമ്മത്തിനോട് കാരുണ്യമുള്ളയാളാണെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞാണ്. തൻ്റെ ഉമ്മത്തിന് കഴിയാത്ത കാര്യമാണെങ്കിലും റബ്ബ് തന്നിട്ടുണ്ടെങ്കിൽ റബ്ബിൻ്റെ അടുത്തൊന്നും പോയി വെക്കുക. അതിനെന്തെങ്കിലും ഇളവ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഉമ്മത്തിന് തന്നെയാണ് അതുകൊണ്ടുള്ള ഖൈർ. ആ ഉമ്മത്തിനോട് റഊഫാണ് റസൂലുള്ള, റഹീമാണ്. അത് ഖുർആനിൽ സ്ഥിരപ്പെട്ട സംഭവമാണ്. ഇത് ഖുർആൻ കൊണ്ട് വ്യാഖ്യാനിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. നേരെ അള്ളാഹിൻ്റെ അടുത്ത് ചെല്ലുന്നു, അള്ളാഹിനോട് കാര്യം പറഞ്ഞാൽ അള്ളാഹ് എന്താ പറഞ്ഞിട്ടുള്ളത്, അള്ളാഹിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹ് ഉത്തരം തരാറാണ്. അതായത് അള്ളാഹുവിനോട് ചോദിക്കാനുള്ള മനസ്സുണ്ടോ, നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രയാസം ഉണ്ടെങ്കിൽ ആ പ്രയാസം ലഘൂകരിച്ച് തരും. അതിൻ്റെ ഭാഗമായി വിശുദ്ധ ഖുർആനിൽ നസ്ഖുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ വേറെ തന്നെ വന്നതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താക്കേണ്ടി വരും, ഖുർആനിൽ എന്തെങ്കിലും നസ്ഖ് എന്ന് ചോദിക്കേണ്ടി വരും. അള്ളാഹ് ആദ്യം തന്നെ കള്ളണ്ട് ഹറാമാക്കിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ ഘട്ടമായിട്ട് ഹറാമാക്കേണ്ട ആവശ്യമുണ്ടോ? എങ്ങനെ ചോദിച്ചോട്ടെ? അള്ളാഹ്ക്ക് ഇപ്പോൾ ഇത് അറിയില്ല ഇതിൻ്റെ ഗൗരവം എന്താണെന്നുള്ളത്. ഈ രൂപത്തിൽ ചോദിക്കാൻ നിന്ന് അവിടെയാണ് വിശ്വാസികൾ എന്നുള്ള നിലക്ക് നമ്മൾ എപ്പോഴും ഈ കാര്യത്തിൽ മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിൻ്റെ സുന്നത്ത് അള്ളാഹു നടപ്പിലാക്കുന്ന ഒരു രീതിയുണ്ട്. ആ രീതി ഏറ്റവും സമ്പൂർണ്ണമായ രീതിയാണ്. കാരണം അതിൻ്റെ പിന്നിൽ അള്ളാഹുവിന് ചില ഹിക്മത്തുകളുണ്ട്. ഈ ഹിക്മത്തുകൾ ഉൾക്കൊണ്ട് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഇത് അതുപോലെ അംഗീകരിക്കുന്നതോട് നമ്മൾ മുസ്ലിമായി. അല്ലാന്നെങ്കിൽ സംഭവിക്കാൻ പോകേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അങ്ങനെ സംഭവം ഉണ്ടായെന്ന് നമ്മളോട് പറഞ്ഞത് മുഹമ്മദ് നബിയാണ്. ആ മുഹമ്മദ് നബി പറഞ്ഞു എന്നത് വിശ്വാസയോഗ്യരായ റാവിമാരിലൂടെ സ്ഥിരപ്പെട്ടതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നു. അത് വിശ്വസിക്കാത്തവൻ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹിയിലാണ് പയച്ചു പോയത്. അതൊരു ഫിത്നയാണ്. മാത്രമല്ല ഇത് ഹദീസ് നിഷേധികളുടെ ഒരു പൊതു രീതി എന്താ ചോദിച്ചാൽ, അവർക്ക് പറ്റാത്ത എന്തെങ്കിലും ഹദീസിൽ കണ്ടാൽ ഇത് വേഗം ജൂതന്മാരുണ്ടാക്കിയതാണ്. യഥാർത്ഥത്തിൽ ജൂതന്മാരുണ്ടാക്കിയ ഒരു ഹദീസ് പോയിട്ട് അര ഹദീസ് പോയിട്ട് കാൽ ഹദീസ് പോലും ഹദീസിൻ്റെ ഗന്ധങ്ങളിൽ കടന്നു വരില്ല എന്നുള്ളത് ഹദീസിനെ സംബന്ധിച്ച് സാമാന്യ വിവരവും പിന്നെ വിജ്ഞാനമൊക്കെ ഉള്ള ആളുകൾക്കറിയാം. കാരണം
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസിനെ പറ്റിയിട്ടാണ് ഇവിടെ മുഹദ്ദിസുകൾ ഇത്ര ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയിട്ട് സഹിയാണ്. പിന്നെ ജൂതന്മാരുണ്ടാക്കിയതാണെങ്കിൽ ഏതായാലും തട്ടുന്നുള്ള ഉറപ്പല്ല. അപ്പോൾ അത് സഹി ഹദീസ് അംഗീകരിക്കാനുള്ളൊരു വൈമനസ്യമാണ് ഇവിടെ നമ്മൾ കാണുന്നത്, അല്ലാതെ വേറെ വിഷയമല്ല. അത് ഈ പേച്ച കക്ഷികളായിട്ടുള്ള മുഅ്തസിലിയാക്കളുടെ സ്വഭാവമാണ് തഖ്ദീമുൻ അഖ്ലി അനിൻ നഖിൽ എന്നാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിയെ ഉപയോഗിക്കുന്നത് പ്രമാണം മനസ്സിലാക്കാനല്ല, ബുദ്ധിയെ ഉപയോഗിക്കുന്നത് പ്രമാണത്തെ അളക്കാനാണ്. ബുദ്ധി ഉപയോഗിക്കേണ്ടത് പ്രമാണം മനസ്സിലാക്കാനാണ്. ആ പ്രമാണം നമുക്ക് മനസ്സിലാണെങ്കിൽ നമ്മളെ ബുദ്ധി വലുതായിട്ടില്ല, നമ്മൾ കുറച്ചുകൂടി പഠിക്കേണ്ടത് എന്താക്കണം വേണ്ടത് വിനയാണ് കാണിക്കേണ്ടത്. ഇതിൽ ഇതേപോലെ തന്നെ പറയുന്ന മറ്റൊരു ആരോപണമാണ് ഇസ്രായേലിനെ കുറിച്ച് ഖുറാനിലുണ്ട്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയി എന്നുള്ളത് പറയുന്നത്, പക്ഷേ മിഅ്റാജിനെ കുറിച്ച് ഇല്ലല്ലോ. അപ്പോൾ ഖുറാനിൽ അതിനെക്കുറിച്ച് പറയാതെ പിന്നെ എന്തിനാണ് നമ്മളത് വിശ്വസിക്കണത് എന്ന് പിന്നെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ആ വാദം ശരിയാണോ? യഥാർത്ഥത്തിൽ അവർക്ക് ഖുർആനും അറിയില്ല ഹദീസും അറിയില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒന്നാമത്തെ മറുപടി. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്തുൻ നജ്മിൽ, ശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നജ്മിൽ അല്ലാഹു സുബ്ഹാനഹു തആല കാര്യം കൃത്യമായി പറഞ്ഞതാണ്. ഇപ്പം മിഅ്റാജുമായി ബന്ധപ്പെട്ട് തന്നെ പറയുന്നത് കാണാം, വലഖദ് റആഹു നസലത്തൻ ഉഖ്റ ഇൻദ സിദ്റത്തുൽ മുൻതഹ ഇൻദഹ ജന്നത്തുൽ മഅവ. ഈ അഥവാ ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ജീവിതത്തിൽ യഥാർത്ഥ രൂപത്തിൽ 2 പ്രാവശ്യം കണ്ടിട്ടുള്ളൂ. ആ 2ാമത്തെ പ്രാവശ്യം കാണുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് ഇവിടെ വരുന്നത്. അത് സിദ്റത്തുൽ മുൻതഹ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് കണ്ടു എന്നാണ്. ഇപ്പോൾ മഹാനായ നാസ്രു സഅദി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഇന്ദ സിദ്റത്തുൽ മുൻതഹ എന്ന് പറയുമ്പോൾ പ്രത്യേകം പറയുന്നത് കാണാം, വഹിയ ഷജറത്തുൻ അളീമ ജിദ്ദ, അതൊരു വലിയ മരമാണ്. ഫൗക സമാഇ സാബിഅ, 7ാനാകാശത്തിൻ്റെ മുകളിലുള്ള ഒരു വലിയ മരമാണെന്നാണ്. മാത്രമല്ല അതിന് സിദ്റത്തുൽ മുൻതഹ എന്ന് പേര് കിട്ടാനുള്ള കാരണം ഭൂമിയിൽ നിന്നും ആകാശത്തിലേക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ 7ാകാശത്ത് അവസാനിക്കുന്ന റൂട്ട് അവിടെയാണ്, 7ാകാശത്തേക്ക് എത്താനുള്ള റൂട്ട് അവസാനിക്കുന്നത് അവിടെയാണ്. അതുകൊണ്ടാണ് അത് മുൻതഹയിലുള്ള ഏറ്റവും അവസാനത്തിലുള്ള മരന്ന് വരാൻ കാരണം എന്നാണ്. മാത്രമല്ല ഇന്ദഹ ജന്നത്തുൽ മഅവ, അതിൻ്റെ അടുത്താണ് ജന്നത്തുൽ മഅവ. അള്ളാഹു സ്ഥാപിച്ചിട്ടുള്ള ജന്നത്തുകളുടെ കൂട്ടത്തിൽ ജന്നത്തുൽ മഅവ ഉള്ളത് അവിടെയാണ്, സ്വർഗം. ആ സ്വർഗത്തിൻ്റെ അടുത്ത് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ കണ്ടു എന്ന് പറയുന്നതാണ്. അത് ഈ മിഅ്റാജിൻ്റെ സമയത്താണ്. അതല്ലാതെ മിഅ്റാജിനെ കുറിച്ച് ഖുർആനിലൊന്നും പറഞ്ഞില്ല, ഇസ്രായേലിനെ കുറിച്ചേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനെ കുറിച്ച് പോലും യഥാർത്ഥത്തിൽ വേണ്ട രൂപത്തിലുള്ള വിവരമില്ലാത്തതും മാത്രമല്ല. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഖുർആനാണെങ്കിലും ഹദീസാണെങ്കിലും ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന രൂപത്തിൽ വ്യാഖ്യാനിക്കല്ലേ നല്ലത്. 7 ആകാശത്തിൻ്റെ മുകളിലൊക്കെ ഒറ്റ രാത്രി കൊണ്ട് പോയി പോരാന്നൊക്കെ പറഞ്ഞാൽ ഒക്കെ നടക്കുമോ? ഇതിലുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഇത് നബിയുടെ കഴിവിൽ പെട്ടതാണെന്നൊക്കെ വിശ്വസിക്കുമ്പോഴാണ് ഈ പ്രശ്നമുള്ളത്. അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം വേഗതയോ വേഗമോ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഇവിടെ വരുന്നില്ല. അതൊക്കെ നമ്മളെ സൃഷ്ടികളെ സംബന്ധിച്ചിടത്തോളം മാത്രമേ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ നിലക്ക് അതിനെ വ്യാഖ്യാനിക്കാതെ ഖുർആൻ പറഞ്ഞെടുത്ത് നിൽക്കുക, ആ ഖുർആൻ്റെ വിശദീകരണമായി സ്വഹീഹായ ഹദീസുകളിൽ വന്ന കാര്യങ്ങളെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. ആമന്ന വ സദ്ദഖ്ന സമീഅന വ അതാഅന. ഇതാണ് നമ്മുടെ ആ വിഷയത്തിലുള്ളൊരു നിലപാടായി ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഇതിപ്പോൾ കേരളത്തിൽ ഈ വിഷയത്തിൽ എഴുതപ്പെട്ട ചില സംഗതികൾ പരിശോധിച്ച് കഴിഞ്ഞാൽ വളരെ സങ്കടകരമായിട്ടുള്ള പല സംഗതികളും ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും. എൻ്റെ കയ്യിലുള്ളത് ഖുർആൻ്റെ വെളിച്ചം എന്ന് പറയുന്ന അബ്ദുസ്സലാം സുല്ലമി എഴുതിയിട്ടുള്ളൊരു തഫ്സീറാണ്. ഇതിൽ സൂറത്തുൽ ഇസ്രായിൻ്റെ വിശദീകരണം അദ്ദേഹം ചെയ്യുന്നത് യഥാർത്ഥത്തിൽ അതിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇസ്രാ ഉണ്ടായി, പക്ഷേ മിഅ്റാജ് അത് ഒരു സ്വപ്ന ദർശനമായിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം എഴുതാണ് ജോഹറത്ത് തൗഹീദ് എന്ന പ്രസിദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നു, നിശാപ്രയാണം പരിശുദ്ധ ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാകിയാൽ മനഃപൂർവ്വം നിഷേധിക്കാവതല്ല. അതായത് ഇസ്രാവിന് ആരും നിഷേധിക്കാൻ പാടില്ല, കുഫ്റാണത്. എന്നാൽ വാനാരോഹണമാകട്ടെ പരിശുദ്ധ ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതല്ല, അതായത് ഖുർആനിൽ അങ്ങനെ വന്നിട്ടില്ല. അതിനാൽ മിഅ്റാജിനെ നിഷേധിച്ചാൽ കാഫിറാവുകയില്ല. ഇവിടെ എന്ത് സംഭവിക്കുക വെച്ചാൽ, ഒന്ന് മിഅ്റാജ് ഖുർആനിലില്ല എന്നുള്ളത് കളവ് പറയുന്നു, വാസ്തവവിരുദ്ധമായ സംഗതികൾ പറയുന്നു. ഇനിയിപ്പോൾ അത് ഹദീസിലുള്ളത്. അപ്പോൾ ഹദീസിലുള്ളൊരു കാര്യം വന്നാൽ എന്തല്ല, ഒരാൾ നിഷേധിച്ചാലും അയാൾ കാഫിറായി പോകുന്നില്ല. അപ്പോൾ ഹദീസ് നിഷേധം ഒരു കുഫറിലേക്ക് എത്തിക്കുന്നില്ല എന്ന അപകടകരമായൊരു വാദം. അതിന് പുറമെ ഇനി മിഅ്റാജ് എന്തുകൊണ്ട് പിന്നെ ഖുർആനിലില്ല എന്ന് അതിന് അദ്ദേഹം ഒരു ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് പറയാണ്, അള്ളാഹു ഇന്ന സ്ഥലം മുതൽ ഇന്ന സ്ഥലം വരെയാണ് കൊണ്ടുപോയതെന്ന് വ്യക്തമായും കണിശമായും പറയുന്നു. അഥവാ സുബ്ഹാനല്ലദീ ഇസ്റാ ബിഅബ്ദിഹി മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ എന്ന് പറയുന്നു.
അപ്പോൾ ഈ രാത്രിയിൽ തന്നെ ശരീരത്തോടു കൂടി 7 ആകാശങ്ങളിലേക്കും കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറയൽ ഖുർആനിൻ്റെ ഈ പ്രസ്താവനയ്ക്ക് എതിരാകുന്നു. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശരീരത്തോടു കൂടി ബൈത്തുൽ മഖ്ദിസിൽ നിന്ന് മിഅ്റാജിലേക്ക് പോയി എന്ന് പറയുന്നത് ഖുർആനെതിരാണ്. അപ്പോൾ ഹദീസിൽ ഉള്ള ഖുർആനെതിരാണ്. ഇപ്രകാരം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് അള്ളാഹു പറയുക. അള്ളാഹു പറഞ്ഞ ശബിസല സൂചിപ്പിച്ചല്ലോ, എൻ്റെ വലഖദർ ആവു നസറത്തുൻ ഉഖറ എൻ്റെ സിദ്റത്തുൽ മുൻതഹ. അതിന് ഇദ്ദേഹം കൊടുക്കണം എന്താ ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ തന്നെ കാണാം. സിദ്റത്തുൽ മുൻതഹ എന്ന് പറഞ്ഞാൽ അത് മദീനയിലൊരു തോട്ടാണ്, ഒരു അതാണ്. അതായത് അപ്പോൾ ജന്നത്തുൽ മഅവ. അപ്പോൾ അതൊക്കെ ഒരു ആലങ്കാരിക പ്രയോഗമായിട്ടാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. ഇത് വളരെ അപകടകരമായൊരു കാര്യമാണ്. മാത്രമല്ല, ഒരു രാത്രി കൊണ്ട് 7 ആകാശങ്ങൾ വരെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ ദൃഷ്ടാന്തമാവുക. ഇനി ഇതിന് ശേഷം അദ്ദേഹം പറയാണ്, എതിരാളികൾക്ക് ദൃഷ്ടാന്തം എന്ന നിലക്കാണെങ്കിൽ എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സന്ദർഭത്തിൽ ആരും കാണാതെയല്ല കൊണ്ടുപോവുക, പകൽ സമയത്ത് എല്ലാവരും കാണുന്ന നിലക്കാണ്. അപ്പോൾ ഇസ്രാ ഉണ്ടായതോ സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലം മിനൽ മസ്ജിദിൽ ഹറാം എന്നല്ല, എല്ലാവരും ഉറങ്ങിക്കിടക്കല്ലേ. പക്ഷെ അത് ഖുർആൻ പറഞ്ഞത് ഏറ്റവും വലിയ ദൃഷ്ടാന്തമായിട്ടാണ്. അപ്പോൾ തങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഈ രൂപത്തിൽ വിശുദ്ധ ഖുർആനിൻ്റെ സംഗതികളെ നിഷേധിക്കുന്ന രീതി യഥാർത്ഥത്തിൽ ഇത് നമുക്കറിയാലോ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് സിദ്ദീഖ് എന്ന് പേരിട്ടാൻ്റെ കാരണം എന്താ? ഈ സംഭവമാണല്ലോ. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞു, അംഗീകരിച്ചു, സത്യപ്പെടുത്തി. അതാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. അല്ലാതെ ഈ രൂപത്തിലുള്ള ദുർവ്യാഖ്യാനങ്ങൾ ഒരിക്കലും ഒരു വിശ്വാസം അതിൽ അവിടെ അഖിലുമായി ബന്ധപ്പെട്ട് പോകുന്ന ആളുകൾക്ക് സംഭവിക്കാൻ പോകേണ്ട അബൂജഹലിന് സംഭവിക്കാൻ പോകും. അതെ, അബൂജഹലിന്റെ അഖല ഉപയോഗിച്ച്. അതെ, അതിൽ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് സാധാരണ പറയാറുള്ളത് അതൊരു ആത്മീയ യാത്രയായിരുന്നു, ഒരിക്കലും എന്തല്ല, ഉണ്ടെങ്കിൽ തന്നെ ശരീരം കൊണ്ടൊന്നും അല്ല എന്ന് പറയണമെങ്കിൽ ഇപ്പോൾ ഈ അബൂജഹൽ അത്ര വലിയൊരു പോയത്തക്കാരനായിരുന്നു നമ്മളിപ്പോൾ പറയേണ്ടി വരും. കാരണം ഒരു സ്വപ്നം കണ്ട ഒരു സംഭവത്തിന് ഇത്ര വലിയൊരു സംഭവമാക്കേണ്ട ആവശ്യമില്ല. മാത്രമല്ല, അയാള് പിന്നെ ഹദീസുകൾ ചരിത്രത്തിലൊക്കെ കാണാൻ കഴിയും. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് ആ സന്തോഷം ഇങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ് പോയി വന്ന്. അപ്പോഴാണ് അബൂജഹലും ഇങ്ങനെയാണ് വരേണ്ടത്. ചില റിപ്പോർട്ടുകൾ അബൂജഹലിനാണ് നബി ഇസ്രാ കഴിഞ്ഞ ആദ്യം കണ്ടത്, അല്ലെങ്കിൽ മേറാജ് കഴിഞ്ഞിട്ട് ആദ്യം കണ്ടത് അബൂജഹലിനാണ് നേരെ കാണാം. അപ്പോൾ അബൂജഹൽ ചോദിക്കുന്നുണ്ട്, അതല്ല മുഹമ്മദ്, ഇപ്പോൾ ആകാശത്തുനിന്ന് പുതിയ വർത്തമാനമൊന്നും വരുന്നില്ലേ, ഇപ്പം എൻ്റെ വർത്തമാനമൊന്നും കേൾക്കണില്ലല്ലോ എന്നാണ് പറഞ്ഞത്. ആകാശത്തുനിന്ന് പുതിയ വർത്തമാനമല്ല, ഞാൻ ഇന്നലെ ആകാശത്ത് എന്തായി രാത്രി പോയി പോകുന്നതെന്നാണ്. അപ്പോൾ അബൂജഹൽ തിരിച്ചു ചോദിക്കുന്നുണ്ട്, ഞാൻ കുറച്ച് ആളുകളെ കൊണ്ടുവരാം, നീ അത് ഓരോ മുമ്പിൽ പറയുമെന്നാണ്. അപ്പോൾ അബൂജഹലിന് പറഞ്ഞ പോലെ തന്നെയാണ് മൂപ്പര് അതിൻ്റെ ഹക്കീക്കി ആയിക്കാൻ മനസ്സിലാക്കുന്നുണ്ട്. കാരണം അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ തെളിവ്, അയാൾക്കൊരു തെളിവ് കിട്ടാണ് മുഹമ്മദ് നബിക്ക് ഭ്രാന്താണെന്ന് ഒന്നുകൂടി നന്നാക്കി പറയാൻ. അപ്പോൾ നബി യാതൊരു പ്രശ്നമില്ലാതെ പറയാം കൊണ്ടുപോകാന്നാണ്. അങ്ങനെ അയാൾ അവിടെ ഉണ്ടായിരുന്ന കുറേ ആളുകളൊക്കെ വിളിച്ചുകൊണ്ടുവന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കാൻ പറഞ്ഞു. നബി വിശദീകരിക്കുമ്പോൾ ഇബ്നു കസീറിലൊക്കെ കാണാം, ചില ആളുകൾ മൂക്കത്ത് വിരൽ വെച്ചു, ചില ആളുകൾ എന്താക്കി തലയിൽ വരെ, ചില ആളുകൾ മുഖത്ത് ഇങ്ങനെ അടിച്ചു എന്നത് എന്തപ്പോൾ ഈ ഇയാൾ പറയേണ്ടതെന്നൊക്കെയുള്ള നിലക്ക്. എന്നിട്ട് ആ ആളുകളൊക്കെ എന്തായി മുർത്തദുകളായിട്ട് തിരിച്ചു പോയി. അതൊരിക്കലും അവരെ സംബന്ധിച്ചിടത്തോളം അത് ഉൾക്കൊള്ളാൻ കഴിയണില്ല. ഇത് സ്വപ്നം കണ്ടതായിരുന്നു, സാധുക്കളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാകാൻ പോണില്ലായിരുന്നു. അപ്പൊ ഇത് സ്വപ്നമല്ല, അത് യാഥാർത്ഥ്യം തന്നെയാണെന്നുള്ളതിനുള്ള ഏറ്റവും വലിയ തെളിവാണ്. ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ അബൂ ബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കൂടെ പോകാം, അല്ലെങ്കിൽ അബൂ ജഹലിന്റെ കൂടെ പോകാം. ഏതെങ്കിലും ഒരു അബുവിനെ ഈ വിഷയത്തിൽ എന്താക്കേണ്ടി വരും, പിൻപറ്റേണ്ടി വരും. അതിൽ നമ്മൾ തീരുമാനിച്ചാൽ മതി ആരെ നമ്മൾ പിൻപറ്റണമെന്ന്. സിദ്ദീഖുൽ അക്ബറിനെ പിൻപറ്റണോ അല്ല അബൂ ജഹലിനെ പിൻപറ്റണം. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അപ്പടി സ്വീകരിക്കുക സ്വഹീഹാണെങ്കിൽ ആ രീതിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഉള്ളത്. നേരെ മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ബുദ്ധി കൊണ്ടളന്ന് നിഷേധിക്കുക എന്നുള്ളതാണ് അബൂജഹലിന്റെ രീതി. ഇതാണ് അഹ്ലുസുന്ന ഈ വിഷയത്തിൽ പറയുന്നത്. ആരെ സ്വീകരിക്കണം എന്നുള്ളതാണ് നമ്മൾ വിഷയത്തിൽ. നമുക്ക് ഈ ചർച്ച നമുക്ക് ഇവിടെ ക്ലോസ് ചെയ്യാം. കാരണം ഇതിൽ എല്ലാ വർഷങ്ങളും അൽഹംദുലില്ലാഹ് നമ്മൾ വന്നു കഴിഞ്ഞു. അപ്പോൾ ഇതിൽ നേരത്തെ ഷബീസ് അലൈഹി പറഞ്ഞത് സമീഅന വഅതഅന ആമന്ന വസദ്ദഖ്ന എന്നൊക്കെ പറയുന്ന ആ ശൈലിയാണ് വിശ്വാസികളായ ആളുകൾ സ്വീകരിക്കേണ്ടത്. ഇസ്രായിൻ്റെ മിറാജിൻ്റെയൊക്കെ വിഷയത്തിൽ തന്നെ നമ്മൾ നിഷേധിക്കാൻ പോകേണ്ട, ഉള്ളതുപോലെ നമ്മൾ എന്ത് ചെയ്താൽ സ്വീകരിച്ചാൽ മതി. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതിനുള്ളൊരു തൗഫീഖ് അല്ലാഹു എല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.